ഇന്നത്തെ പതിവ് എന്താച്ചാല്, അയ്യോ ഇത് നമ്മുടെ വീട്ടിലെ വെച്ചിട്ട് ഇതിന്റെ അരുമ എന്താണെന്ന് നമുക്ക് അറിഞ്ഞില്ലല്ലോ. അങ്ങനെ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ആലോചന വയ്ക്കുന്ന ഒരു വിഷയം. ഇത് വന്നിട്ട് അത്രയ്ക്കും ശക്തിയാർന്ന ഒരു മുറ എന്ന് തന്നെ പറയാം. എന്താച്ചാല് ഒരു പൂവ്. ഈ പൂ വന്നിട്ട് ഒരുപക്ഷെ ഇത് നിങ്ങളുടെ വീട്ടിലുണ്ടാവാം, ഇല്ലെങ്കിൽ അയൽപക്കത്ത് വീട്ടിലുണ്ടാവാം, ഇല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന വഴിയിലുണ്ടാവാം. പൂവ് ഏതാണെന്ന് പറയാം. അതിനു മുന്നേ ഇത് ഫെബ്രുവരി മാസം വരും തേയ്പിറ പഞ്ചമി അപ്ഡേറ്റ്. പഞ്ചമി തിഥി വരുന്നത് ഫെബ്രുവരി 6-ാം തീയതി വെള്ളിയാഴ്ചയാണ്. പൂജ, വഴിപാട്, യാഗം എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 5-ാം തീയതി വ്യാഴാഴ്ച രാത്രി 9 മണി വരെയാണ്. അതിനുശേഷം വരുന്ന പേരുകൾ എടുക്കാനൊക്കത്തില്ല. മുന്നേ ഇരുന്ന് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് എല്ലാ പ്രൊസീജിയേഴ്സും അറിയാം. എന്നാലും നമ്മുടെ ചാനലിലേക്ക് പുതുതായി വന്നവരാണ്, ഞങ്ങൾക്കും അറിയണം, ഞങ്ങൾക്കും പങ്കെടുക്കണം എന്നുള്ളവര് വീഡിയോയിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മെസ്സേജ് ചെയ്തോളുക. അപ്പോൾ ഓൾ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് റിപ്ലൈ ആയി വരുന്നതാണ്. ആദ്യം എല്ലാം അറിഞ്ഞോളുക, മനസ്സിലാക്കിക്കൊള്ളുക. വീണ്ടും പക്ഷത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരുകൾ കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോകാം. ഇത് വന്നിട്ട് ശംഖുപുഷ്പം. ഒരു സാധാരണ ശംഖുപൂവല്ലേ, ഇതിൽ വന്നിട്ട് എന്താ മഹാത്മ്യം എന്ന് നിങ്ങൾ ആലോചിക്കാം. ഈ പൂവ് കൊണ്ട് ഏത് കാര്യമാണ് മാറാൻ പോകുന്നത് അങ്ങനെ നിങ്ങൾ ചോദിച്ചാല്, ഈ പൂ വന്നിട്ട് പിക്ചറിൽ കാണിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഒരു ചില പേര് ഇനി അറിയില്ല എന്ന് പറയും, അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. ഈ പൂ വന്നിട്ട് മുഖ്യമായ ദൈവങ്ങൾ എന്ന് പറയുന്ന 4 ദൈവങ്ങള്. ഈ ദൈവങ്ങളാലെയാണ് പല കാര്യങ്ങളും നമ്മുടെ ലോകത്ത് നടന്നിട്ടിരിക്കുന്നത്. എല്ലാത്തിനും അടിത്തറയായിട്ട് ഈ 4 ദൈവങ്ങൾ ഇരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ ദൈവങ്ങൾ ആരെന്ന് ചോദിച്ചാല്, ഈശൻ, അതായത് നീലകണ്ഠൻ എന്നറിയപ്പെടുന്ന നമ്മുടെ ശിവഭഗവാൻ. അവരോട് നിറവും നീലനിറമെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. നിറ കോവിലിൽ നോക്കിയാല് ശിവഭഗവാന് ശംഖുപുഷ്പം പൂവില് അർച്ചന ചെയ്ത് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ശംഖുപൂവാല് ശിവഭഗവാനെ അർച്ചന ചെയ്താല് കേൾക്കുന്ന വരം അതുപോലെ കിട്ടുമെന്ന് ഒരു ഐതിഹ്യവും ഇരിക്കുന്നുണ്ട്. ഈ ശംഖുപൂവ് വന്നിട്ട് നിറയെ കാര്യങ്ങൾക്ക് കൈ കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ പറയാം. അതിനു മുന്നേ ഏതൊക്കെ ദൈവങ്ങൾക്കാണ് ഈ ശംഖുപൂവ് അനുഗ്രഹീതമായതെന്ന് പറയാം. ഫസ്റ്റ് വന്നിട്ട് ശിവഭഗവാൻ. ശിവഭഗവാന് മാത്രമാണോ നീലനിറം എന്ന് ചോദിച്ചാൽ അല്ല. പാൽക്കടലിൽ പള്ളി കൊണ്ടിരിക്കുന്ന നമ്മുടെ നാരായണർക്കും നീലനിറമാണ്. ശ്രീമൻ നാരായണര് ഇവരുടെ ആശീർവാദവും നമുക്ക് ചേർന്ന് കിട്ടും. ഈ പൂ വെച്ച് നമ്മൾ എന്തർച്ചന ചെയ്താലും നാരായണ ഭഗവാന്റെ അനുഗ്രഹവും നമുക്ക് കിട്ടും. 2 ദൈവങ്ങളുടെ പേര് പറഞ്ഞു. ഇനി മൂന്നാമത് ആരെന്ന് ചോദിച്ചാല് നമ്മുടെ നീലക്കണ്ണൻ. കണ്ണനെ ഇഷ്ടമില്ലാത്തവരാരും ഇല്ലല്ലോ. ഈ നീലക്കണ്ണനുക്ക് എന്നേ ഉള്ള ഒരു പൂവാവും നീല ശംഖുപുഷ്പം പൂവ് അറിയപ്പെടുന്നുണ്ട്. സോ മൂന്നാമത് വന്നിട്ട് നീലക്കണ്ണൻ. ഇനി 4-മത്തെ ആൾ ആരാണെന്ന് നോക്കിയാല് ശനി ഭഗവാൻ. അവരോട് നിറവും നീലയാണ്. സോ ഈ ശംഖുപുഷ്പം പൂവ് അവർക്കും ഉള്ള ഒരു പൂവായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഈ 4 ദൈവങ്ങളുടെയും ജോലി എന്താച്ചാല് നമ്മുടെ ലോകത്തിരിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും, നമ്മുടെ ലോകത്തിലെ എല്ലാ വിഷയങ്ങൾക്കും ഒരു കാരണകർത്താവായി ഇരിക്കുക എന്നുള്ളതാണ് അവരുടെ ജോലി എന്നത്. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങൾ, അത് നല്ലതായാലും ശരി ചീത്തയായാലും ശരി, എവിടെ നിന്നും തുടങ്ങുന്നെന്നോ എവിടെ മുടിക്കുന്നെന്നോ ഉള്ളത് അത് ഈ 4 ദൈവങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഈ ശംഖുപുഷ്പം പൂവ് ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്ത് വന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യമായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നടന്നു കിട്ടും. ഇനി നമ്മുടെ വരാഹി അമ്മനക്ക് ഏറ്റവും പിടിച്ചത് ഈ ശംഖുപുഷ്പം, നീല ശംഖുപുഷ്പം പൂവാണ് വരാഹി അമ്മനക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ശരിയാ? അപ്പോ നമുക്ക് 4 ദൈവങ്ങളല്ല 5 ദൈവങ്ങളുടെ ആശീർവാദവും ഈ ശംഖുപുഷ്പം പൂ വെച്ച് നമ്മൾ അർച്ചന ചെയ്യുന്നതിലൂടെ കിട്ടുന്നതാണ്. ഇത് വന്നിട്ട് നീല ശംഖുപുഷ്പമാണ്. ശരിയാ? നിങ്ങൾക്കിത് അർച്ചന മാതിരി ചെയ്യാം, അല്ലെങ്കിൽ സ്വാമിക്കിട്ട് നമുക്ക് വേണ്ടുതൽ വയ്ക്കുന്നത് മാതിരി നമുക്ക് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ വേണ്ടുതൽ വയ്ക്കുന്നതാണെങ്കിൽ അത് എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് ഒത്തിരി സൂപ്പറായിട്ട് വർക്കൗട്ട് ആവും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. അതിനു മുന്നേ ഫ്രണ്ട്സ്, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരുകയുള്ളൂ. ഇനി ഈ ശംഖുപുഷ്പം പൂവാലെ എങ്ങനെ നമ്മുടെ ആവശ്യം നടക്കാം, വേണ്ടുതൽ എങ്ങനെ വയ്ക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഇത് വന്നിട്ട് നിങ്ങൾക്ക് ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാവുന്നതാണ്, ഒന്നും പ്രശ്നമില്ല. ഈ ശംഖുപൂവിന് വന്നിട്ട് നിങ്ങളുടെ പണവും
ക്യാഷ് എല്ലാം വയ്ക്കുന്നില്ലേ, പേഴ്സ്, അതിൽ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. സ്വർണ്ണപ്പെട്ടി ഇല്ലയോ, സ്വർണ്ണപ്പെട്ടിയിൽ വെക്കാം, കൈപ്പെട്ടിയിൽ വെക്കാം. ഇത് ചുമ്മാ വെച്ചാ പറ്റില്ല. ഈ ശംഖുപൂവില് നിങ്ങൾ ഒരേ ഒരു വാർത്ത, ഒരേ ഒരു വേർഡ് എഴുതി നിങ്ങൾ ഈ പറഞ്ഞ ഇടത്തിൽ കൊണ്ടുപോയി വെച്ചോളുക. അത് വയ്ക്കുന്നതിലൂടെ പല മടങ്ങായിട്ട് അത് പെരുകിയിട്ടേ വരും. ഇപ്പൊ പണപ്പെട്ടിയിൽ വെച്ചാൽ പണം പെരുകും, സ്വർണ്ണപ്പെട്ടിയിൽ വെച്ചാൽ സ്വർണം പെരുകും. മനസ്സിലായോ? ഇത് വന്നിട്ട് ഒരു ഐതിഹ്യം, അതായത് മുൻകാലങ്ങളിലുള്ളവരെ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിമാരും ഒക്കെ ചെയ്തു വരുന്ന ഒരു ഐതിഹ്യം, അത് നടന്നിട്ടേ ഇരിക്കുന്ന ഒരു കാര്യവും. വീക്ക്ലി വൺസ് നിങ്ങൾ ഇത് ചെയ്താൽ മതി. അത് രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ചെയ്യണം. അല്ലാച്ചാല് ഈവനിങ് വിളക്ക് വയ്ക്കുന്ന നേരത്തിന് ചെയ്താലും മതി, വിളക്ക് വെച്ച് കഴിഞ്ഞതിന് ശേഷം ചെയ്താലും മതി. ശംഖുപുഷ്പം വെച്ച് സ്വാമിയെ പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു പൂ എടുത്തിട്ട് ഞാൻ ഈ പറയുന്ന മാതിരി നിങ്ങൾ ചെയ്തോളുക. 4 സ്വാമിയുടെ ആശീർവാദവും വരാഹിയമ്മനുടെ ആശീർവാദവും, അങ്ങനെ 5 ദൈവങ്ങളുടെ ആശീർവാദം, നിങ്ങളെ ചുറ്റി 5 ദൈവങ്ങൾ ഇരിക്കുന്നു എന്ന വിശ്വാസത്തോടെ നിങ്ങൾ ചെയ്തോളുക. എന്നതിന് ശേഷം ഞാൻ ഈ പൂവിൽ എഴുതാനൊരു വേർഡിൻ പറഞ്ഞില്ലേ, ഒരു വാക്ക് എഴുതണമെന്ന്. ആ വാക്ക് ഞാനിവിടെ പിക്ചറിൽ കാണിക്കുന്നുണ്ട്, നോക്കിക്കൊള്ളുക. ഈ വാക്ക് ഇതാണ്, ഹര വംസി ഹര. ഈ വാക്ക് വന്നിട്ട് നിങ്ങൾ ഈ നീല നിറത്തിലുള്ള ശംഖുപൂവിരിക്കും അല്ലേ, ഇതിന്റെ നടുക്കിരിക്കുന്ന ഈ വൈറ്റ് കളർ പോർഷൻ ഇല്ലയാ, വെള്ള പോർഷൻ, വെള്ള ഭാഗം, ഇവിടെ എഴുതിക്കൊള്ളുക. എഴുതേണ്ട പെന്നിന്റെ കളറ് നീല. മനസ്സിലായല്ലോ? ശംഖുപുഷ്പം ഒരു പൂവെടുക്കുക, അതിന്റെ നീലപ്പൂവാണ്, അതിന്റെ നടുക്കായിട്ട് വെള്ള കളറിലിരിക്കുന്ന ഭാഗത്ത് മിഡിൽ പോർഷനിൽ നിങ്ങൾ ഈ വാക്യം എഴുതിക്കൊള്ളുക. വെള്ള കളർ പോർഷനിൽ നീല കളർ പെൻ കൊണ്ട് എഴുതിക്കൊള്ളുക. ഇത് എഴുതി കൊണ്ടുപോയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ജോൽ ബോക്സിൽ വെക്കാം, നിങ്ങളുടെ കായ്പെട്ടിയിൽ വെക്കണം, നിങ്ങളുടെ പേഴ്സിൽ വെക്കാം. എപ്പോഴും എൻ്റെ കയ്യിൽ ക്യാഷ് നിലനിൽക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിൽ വെച്ചോളുക. അതുപോലെ തന്നെ ഞാനൊരു വിഷയമായിട്ട് വെളിയിൽ പോവുകയാണ്, അത് ആ കാര്യം എനിക്ക് സക്സസ് ആയി നടക്കണം എന്ന് ആവശ്യം പറഞ്ഞും നിങ്ങൾക്കിത് വയ്ക്കാവുന്നതാണ്. ഞാൻ തൊട്ട കാര്യങ്ങളെല്ലാം എനിക്ക് പോസിറ്റീവായിട്ട്, എനിക്ക് അനുകൂലമായി നടക്കണം. ഇങ്ങനെയെല്ലാം എന്ത് കാര്യത്തിന് വേണ്ടിയായാലും നിങ്ങൾ ഈ വാർത്തയെ എഴുതി ശംഖുപൂവിൽ എഴുതി വെക്കാവുന്നതാണ്. ശംഖുപൂവിന്റെ മേലെ എങ്ങനെ എഴുതണം എന്നുള്ളത് ഞാൻ കാണിക്കാം, അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഒന്ന് പറയാൻ, ഡോട്ട് പെന്നിട്ട് എഴുതരുത്, മാർക്കർ പെന്നോ സ്കെച്ച് പെന്നോ വെച്ച് സോഫ്റ്റ് ആയിട്ട് എഴുതുക. പൂ വന്നിട്ട് ഭയങ്കര സോഫ്റ്റ് ആണ്, അതുകൊണ്ട് സോഫ്റ്റ് ആയിട്ട് എഴുതുക. കുത്തി പൊട്ടിക്കാത്ത രീതിക്ക് സോഫ്റ്റ് ആയിട്ട് എഴുതിക്കൊള്ളുക. നോക്കിക്കോളൂ, സെൻട്രലില് ആ വൈറ്റ് കളർ പോർഷനിലായിട്ട് എഴുതിയിരിക്കുന്നത് എന്താണ്? ഹര വംസി ഹര, ഹര വംസി ഹര. ഇത് ഈ ഹര വംസി ഹര എന്ന വേർഡ് ഈ പൂവിന്റെ സെന്ററിൽ എഴുതിയിട്ട് നന്നായിട്ട് പൂജയും ചെയ്തിട്ട് നിങ്ങൾ വയ്ക്ക വേണ്ടിയ ഇടത്തിൽ, നിങ്ങൾക്ക് പണം വേണ്ടിയതാണെങ്കിൽ പണം, നഗ വേണ്ടിയതാണെങ്കിൽ നഗൈ, നിങ്ങൾ അവിടെ കൊണ്ടുപോയി വെച്ചോളുക. ഏത് കാര്യത്തിന് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇല്ല, ഒരു വേണ്ടുതൽ വയ്ക്കുന്നു, നിങ്ങളൊരു കാര്യത്തിന് ഇറങ്ങി പോകുന്നെങ്കിൽ, ഞാൻ ആ കാര്യത്തിന് വേണ്ടി പോവുകയാണ്, എനിക്ക് ആ കാര്യം കൃത്യമായി നടക്കണം, ഞാനൊരാളിനോട് സംസാരിക്കാൻ പോവുകയാണ്, അവരുടെ റിപ്ലൈ എനിക്ക് അനുകൂലമായിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ വാർത്തയും എഴുതി നിങ്ങൾ നിങ്ങളുടെ പേഴ്സിൽ വെച്ചിട്ട് പൊയ്ക്കോളുക. ഇപ്പോൾ നാളെ നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ, എനിക്ക് അനുകൂലമായിട്ട് ആ ഇന്റർവ്യൂ നടക്കണം, എനിക്ക് ആ ജോലി കിട്ടണം എന്ന് എഴുതി നിങ്ങളുടെ പേഴ്സിൽ വെച്ചുകൊണ്ടും നിങ്ങൾക്ക് പോകാവുന്നതാണ്. ഇതെല്ലാം ശംഖുപുഷ്പത്തിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഈ കാര്യം നിങ്ങൾ വേറെ പൂവിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും പാടില്ല, വേറെ പൂവിൽ ചെയ്യാൻ പാടില്ല. ശരിയാ? കാരണം ഈ ബേർഡ് വന്നിട്ട് ശംഖുപൂവിൽ എഴുതി വെച്ചാലേ ബലം ഇരട്ടിക്കുള്ളൂ. അതിനാലെയാണ് ശംഖുപൂവിൽ തന്നെ ഇത് പെർട്ടിക്കുലർ ആയിട്ട് ചെയ്യണമെന്ന് പറയുന്നത്. സോ ഇത് വന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കിക്കൊള്ളുക, നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഇതിൽ നിന്നും കിട്ടുന്നതാണ്. ഏത് വിഷയത്തിന് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ എഴുതി വെക്കാവുന്നതാണ്. സാധാരണ ചെറിയ കാര്യത്തിൽ ആരംഭിച്ച് വലിയ വലിയ ഒരുപാട് നാളായിട്ട് നടക്കാതിരിക്കുന്ന ആവശ്യങ്ങൾ കൂടെ നിങ്ങൾക്ക് ഇതിൽ നിന്നും നടന്നു കിട്ടുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, 4 ദൈവം പ്ലസ് നമ്മുടെ വരാഹിയമ്മൻ്റെ ആശീർവാദവും നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഇനി നിങ്ങളുടെ ഡൗട്ട് എന്താ വെച്ചാൽ, ഇപ്പൊ ശിവൻ കോവിലിൽ ശിവൻ ഇരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നാരായണന്റെ കോവിലിൽ ഇരിക്കുന്നുണ്ട് വിഷ്ണു ഭഗവാൻ, പിന്നെ കണ്ണന്റെ അടുത്ത് പോയി ചെയ്യാമോ, ശനീശ്വരന്റെ കോവിലിൽ ഇരിപ്പുണ്ട്, അവിടെ പോയി ചെയ്യാമോ, പ്രത്യേകിച്ച് ചെയ്യാമോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരാം. ധാരാളമായി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്, ബലം ഇരട്ടിക്കുന്നതാണ്. മുഖ്യമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പോകുന്നത്. പോണ വഴിയിൽ ശിവൻ കോവിൽ ഇരിക്കുന്നുണ്ട്, നിങ്ങൾ ഈ പൂവും കൊണ്ടുപോയി അവിടെ ശിവനെ അർപ്പിച്ചിട്ട് നിങ്ങൾ ഇത് എഴുതി പേഴ്സിൽ വെച്ചോണ്ട് പോകും. ആ കാര്യം നിങ്ങൾ 101% നിങ്ങൾക്ക് നടന്നു കിട്ടും.
വേറൊന്നും എന്താ വെച്ചാല് ഇതിന് പ്രത്യേകിച്ച് റൂൾസോ റെസ്ട്രിക്ഷൻസോ യാതൊന്നും ഇല്ല. നിങ്ങൾക്ക് കുളിക്കണമെന്ന് തന്നെ ഇല്ല. ഇപ്പൊ കോവിലിൽ പോകാത്തവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ കുളിക്കണം എന്നൊന്നും ഇല്ല. നിങ്ങൾക്കിത് മനസ്സർപ്പിച്ച് നിങ്ങൾക്കിത് എഴുതി വെക്കാവുന്നതാണ്. ശരിയാ? പീരീഡ്സ് ടൈമിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എന്ത് ഭക്ഷണം കഴിച്ചിട്ട് നോൺ വെജ് ആയാലും കഴിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഒന്നും പ്രശ്നമില്ല. ഇനി അടുത്ത ഡൗട്ട് എന്താ വെച്ചാല് പൂവ് കാഞ്ഞു പോയി, അതായത് പൂവ് അത് ഈ പൂവ് കുറച്ച് സമയം ഇരിക്കത്തുള്ളൂ, കാഞ്ഞു പോയാൽ എന്ത് ചെയ്യുമെന്ന്. അതെടുത്ത് കളയണോന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരും. ഒന്നും ചെയ്യണ്ട. കാഞ്ഞു പോയാൽ നിങ്ങൾ അത് അതിലേ നിങ്ങളുടെ പേഴ്സില് അല്ല നിങ്ങളുടെ നഗപ്പെട്ടിയിൽ അവിടെ തന്നെ വെച്ചിരുന്നാൽ മതി. ഈ വാർത്ത ഇരിക്കുന്നത്, അതായത് ശംഖുപൂവിൽ നമ്മൾ ഈ നാമം എഴുതി വെക്കുന്നത് എന്നത് ഭയങ്കര പവർഫുൾ ആണ്. സോ കാഞ്ഞു പോയാലും അത് അങ്ങനെ ഇരിക്കട്ടെ. പിന്നെ ഒത്തിരി അങ്ങ് കാഞ്ഞു പോയി കരിഞ്ഞ് അതിലൊന്നും ഇല്ല എന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾ അത് തൂക്കി പോട്ടിയിട്ട് ഒരെണ്ണം പുതിയത് എഴുതി വെച്ചോളുക. ശരിയാ? ഇനി ശംഖുപൂവില്ല, എനിക്കിത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പറയരുത്. ആമസോണിലൊക്കെ ഇത് കിട്ടുന്നുണ്ട്. ശംഖുപുഷ്പം പൂവ് അത്രയ്ക്കും ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു പൂവായതിനാല് ഇത് അങ്ങനെയും കിട്ടുന്നുണ്ട്. വിദേശത്തുള്ളവർക്കും സ്വദേശത്തുള്ളവർക്കും എല്ലാവർക്കും ഇത് കിട്ടുന്നുണ്ട്. ശരിയാ? ഇനി കിട്ടിയ പൂവ് കാഞ്ഞു പോയി, അയ്യോ എനിക്ക് എഴുതാൻ പറ്റുന്നില്ല, അങ്ങനെ ഒന്നും വിചാരിക്കരുത്. ഒന്ന് വിടർത്തി വെച്ച് കാഞ്ഞ പൂവിലായാലും നിങ്ങൾ എഴുതിയാൽ മതി. ഇരട്ടിക്ക് നിങ്ങൾക്ക് അതിൽ ബലം കിട്ടുന്നതാണ്. സോ ഇതിന്റെ ബെനിഫിറ്റ് എല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെല്ലാം രീതിക്ക് ഇതിനെ ഉപയോഗിക്കാൻ പറ്റുമോ അങ്ങനെയെല്ലാം നിങ്ങൾ ഉപയോഗിച്ചോളുക. ഇന്നത്തെ പതിവ് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. പതിവ് പിടിച്ചിരുന്നാല് വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.